ഗുഡ് വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് കബേൺ പാർക്ക് ആയിട്ടാണ്. ഈ ഒരു ബാംഗ്ലൂരിലെ കബേൺ പാർക്ക് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാനാണ് പോകുന്നത്. കബേൺ പാർക്കിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, കബേൺ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ കബേൺ പാർക്കിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കബേൺ ബാൽഭവൻ ഉള്ളത്. അതായത് കുട്ടികൾക്കുള്ള കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിന്റെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അതിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് ബാംഗ്ലൂർ അക്വേറിയം ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന നമ്മ ബാംഗ്ലൂർ അക്വേറിയം എന്ന് പറഞ്ഞ ഈ ഒരു അക്വേറിയം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ കബേൺ പാർക്കിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ പറയാൻ പോകുന്നത്, നേരത്തെ വരിക, വളരെ നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യൂ ആണെന്നുണ്ടല്ലോ, വലിയ ക്യൂ ആയിരിക്കും. അക്വേറിയത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഈ ബാൽഭവനിലേക്ക് കയറാനും വളരെ ക്യൂ ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ പോയി ടിക്കറ്റ് എടുക്കുക. എൻട്രൻസ് ഫീസ് 20 രൂപയാണ് ബാൽഭവനിലേക്ക് കയറാനായിട്ട്. ടോയ് ട്രെയിന് 30 രൂപയാണ്, ബോട്ടിംഗ് 30 രൂപയാണ്. അങ്ങനെ ഒരു 80 രൂപ നിങ്ങൾക്ക് മുടക്കാൻ സാധിക്കുകയാണെങ്കിൽ ബാൽഭവനിൽ കയറാൻ പറ്റും. കുട്ടികൾക്കായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് സ്ഥലമാണ് ബാൽഭവൻ എന്ന് പറയുന്നത്. കബേൺ പാർക്കിന് പൈസ ഒന്നുമില്ല, ഫ്രീ ആണ്. അക്വേറിയത്തിൽ കയറണമെങ്കിൽ പൈസ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനത് നേരത്തെ കാണിച്ച വീഡിയോയിൽ നിങ്ങൾ ക്ലോസപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ അക്വേറിയം എക്സ്പ്ലോർ ചെയ്യുന്നില്ല, കാരണം അല്ലാതെ തന്നെ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയി. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ ഒരുപാട് നേരം ക്യൂ നിന്നതിന് ശേഷം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ ടോയ് ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ടിക്കറ്റ് കളക്ട് ചെയ്യാൻ സാധിക്കും. ടോയ് ട്രെയിന് കയറുന്നതിന് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഒരാൾക്കാണ് കേട്ടോ 30 രൂപ. പിന്നെ 5 രൂപയിൽ 5 രൂപയല്ല, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസ ഇല്ല. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് പൈസ ഈടാക്കുന്നത്. പിന്നെ ഈ ടോയ് ട്രെയിനിൽ മാതാപിതാക്കൾക്കും കുട്ടികളുടെ ഒപ്പം തന്നെ കയറാൻ സാധിക്കുന്നതാണ്. ഏത് ചെറിയ കുട്ടിയുമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ബാൽഭവനിൽ കയറാൻ സാധിക്കും. ഈ ടോയ് ട്രെയിനിലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് പാരൻസിനും കയറാവുന്നതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ എത്തുക, ഇല്ലെങ്കിൽ നിങ്ങൾ ക്യൂ നിന്ന് ചത്തുപോകുന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം ക്യൂ നിന്നിട്ടാണ് അകത്ത് കയറിയത്. എൻ്റെ ഹസ്ബൻഡും മോളുമാണ്. അപ്പോൾ അവരിങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ 2 പ്രാവശ്യം വന്നപ്പോഴും ഇത് ക്ലോസ്ഡ് ആയിരുന്നു. അതായത് തേഴ്സ്ഡേയും സെക്കൻഡ് ട്യൂസ്ഡേയുമാണ് ഈ ടോയ് ട്രെയിൻ ക്ലോസ്ഡ് ആണ്, ബാൽഭവൻ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക. ഇല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് ബാൽഭവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം ഈ തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല തിരക്കാണ്. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ടോയ് ട്രെയിൻ. ഇപ്പോൾ ഒരു ബാച്ച് പോയി വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അതായത് ആ ഒരു ബാച്ച് പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബാച്ചിനെ ഇറക്കി നിർത്തിയിട്ടുണ്ടാവും, അവരായിരിക്കും കയറുക. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഒരു ബാച്ച് ഇറങ്ങി അടുത്ത ബാച്ച് കയറിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് ലോക്ക് ചെയ്തിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളാണ് ഇനി അടുത്ത് കയറാൻ പോകുന്ന ബാച്ച്. ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, ആ ബാച്ച് കറങ്ങി വന്നതിന് ശേഷം നമുക്ക് കയറാവുന്നതാണ്. അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി ഈഗർലി വെയിറ്റിംഗ് ആയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. 30 രൂപയാണ് ഇതിൻ്റെ ചാർജ് കേട്ടോ. ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ടോയ് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, മരങ്ങളൊക്കെ ആയിട്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കുറേ എൻ്റർടൈൻമെൻറ്റ് സാധനങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ നിൽക്കുന്ന ടോയ് ട്രെയിനിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള. സയൻസ് പാർക്ക്, അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് വരികയാണെങ്കിൽ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. കുട്ടികൾ ഇല്ലാത്തവർക്കും എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. കുട്ടികൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മളും കുട്ടികളാണല്ലോ. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. കബേൺ പാർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എൻട്രൻസ് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിൽ പോകണമെങ്കിൽ നിങ്ങൾ ഈ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ടോയ് ട്രെയിനിലും ബോട്ടിങ്ങിനൊന്നും കയറണ്ടെങ്കിൽ ഇതിനകത്ത് കയറാനുള്ള രൂപ എന്ന് പറയുന്നത് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടോയ് ട്രെയിനും ബോട്ടിങ്ങിലൊന്നും കയറാൻ പറ്റില്ല. ടോയ് ട്രെയിന് 30 രൂപയും അതുപോലെ ബോട്ടിങ്ങിന് 30 രൂപയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് കയറാനുള്ള ട്രെയിൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ്, സുഹൃത്തുക്കളെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് കയറാനായിട്ട്. ഈ കാണുന്ന കുട്ടി ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞുമക്കളുമായിട്ടാണ് പോകുന്നത്. നല്ല രസമായിരിക്കും, നല്ല ത്രില്ലായിരിക്കും. കാരണം അവരുടെ കുഞ്ഞുമക്കളുടെ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എപ്പോഴും രസകരമായിരിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ കമ്പാർട്ട്മെന്റിൽ കയറാനാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളിങ്ങോട്ട് മുന്നേ അത് വേറൊരു ചേട്ടനും ചേച്ചി അടിച്ചു മാറ്റി. സോ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ കുറച്ച് മുന്നേ ആണ് കയറിയത്. കാരണം ഏറ്റവും ബാക്കിലത്തെ സീറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നതല്ല കേട്ടോ, ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ 2 പേർക്ക് ഇരുന്നിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പം വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ഓടിക്കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് അധിക നേരം ഒന്നും ഇല്ല കേട്ടോ, ഒരു റൗണ്ടാണ് ഇത്
ചുറ്റിക്കുന്നത്. ഒരു റൗണ്ട് നിന്നാൽ അത്യാവശ്യം സമയമുണ്ട്, ഒരു 10 മിനിറ്റോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 10 മിനിറ്റിന്റെ അടുത്ത് വരും കേട്ടോ ഈ ഒരു റൈഡ് കംപ്ലീറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല രസമുള്ള ഒരു അടിപൊളി റൈഡാണ്. ഈ റൈഡിന്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ബാൽഭവൻ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇത് കണ്ടോ, ഈ കാണുന്ന എന്താ പറയാ എന്റർടൈൻമെന്റും റൈഡുകളും മറ്റും ഒക്കെ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു റൈഡ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരും. നോക്കിയേക്കാം.
അങ്ങനെ ഞങ്ങൾ ടോയ് ട്രെയിനിൽ ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പോയിരിക്കുന്നത് അവിടെയുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കിലാണ്. നല്ല രസമുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഇത്. കുട്ടികൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. മോൾക്ക് അത്ര വയസ്സായിട്ടില്ല, ഇത് എൻജോയ് ചെയ്യാനുള്ളൊരു പ്രായമായിട്ടില്ല, എങ്കിലും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവളെ ഊഞ്ഞാലിലൊക്കെ ഇരുത്തിയും അതുപോലെ തന്നെ ഈ ഒരു റൈഡിലൊക്കെ ഇരുത്തിയും അവളെ മാക്സിമം കംഫർട്ടാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവൾ കുറേയൊക്കെ എൻജോയ് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കുട്ടികൾക്കായിട്ട്. ഇനി ഞങ്ങൾ അടുത്തത് പോകുന്നത് ഒരു ബോട്ടിങ്ങിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബോട്ടിങ്ങിന്റെ ഫീസും നമ്മൾ എൻട്രൻസ് ഫീസിന്റെ കൂടെ തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. 30 രൂപയാണ് ബോട്ടിങ്ങിനായിട്ട് അവർ ചാർജ് ചെയ്യുന്നത്. ആ കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. കുറെ പേര് ഒരുമിച്ചാണ് പോകുന്നത്. ഈ ഒരു കാണുന്ന ഈ ഒരു വെള്ളത്തിലുണ്ടല്ലോ, 2 റൗണ്ടാണ് അവർ ചുറ്റിക്കുക. 2 റൗണ്ട് പോകുന്നതിനാണ് അവർ 30 രൂപ ചാർജ് ആക്കുന്നത്. ഒരാളിൽ നിന്നാണ് 30 രൂപ ചാർജ് ആക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ 2 പേർക്കും കൂടിയിട്ട് 60 രൂപയാണ് ആയത്. മോൾക്ക് പൈസയില്ല. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസ ആവശ്യമില്ല. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പൈസ അടയ്ക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോകേണ്ടത്. നല്ല എന്താ പറയാ, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. കുട്ടികളുടെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാച്യൂസും കാര്യങ്ങളും എല്ലാം ഇവിടെ അവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആ ടോയ് ട്രെയിനിൽ ഞാൻ കാണിച്ച മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടെന്നുള്ളത്. ഇവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് എന്താ പറയുക, സ്റ്റാച്യൂസ് ഇഷ്ടപ്രകാരം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ നല്ല രസമായിരിക്കും. സ്റ്റാച്യൂസിന്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാം. അവൾ നല്ല ഹാപ്പിയാണ്, നടന്ന് കളിക്കുകയാണ്, എൻജോയ് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു കണ്ടില്ല, അതുകൊണ്ട് ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ അടുത്ത് നിന്ന് എടുക്കാവുന്നതാണ്. ഇതാണ് വാട്ടർ ബോട്ടിങ്ങിലേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ്. ഇതും ക്യൂ നിന്നിട്ട് വേണം നമ്മൾ കയറാനായിട്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഇതാണ് ക്യൂവിൻ്റെ അവസ്ഥ. അങ്ങത്തോളമായി പോയി ക്യൂ അവസാനമായപ്പോഴേക്കും. പക്ഷെ ഞങ്ങൾ കയറുന്ന സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം താമസിക്കാതെ കയറാൻ സാധിച്ചു. ഇങ്ങനെയാണ് ഓരോ ബോട്ടുകൾ വരുന്നത്. ഒരു 5-6 ബോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പോയി ആളെ ഇറക്കി, അടുത്തതിന് വന്ന് ആളെ ഇറക്കി, അങ്ങനെയാണ് അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇത്രയും പേരെയാണ് കയറ്റുന്നത്, കാണുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ടേണായി ഞങ്ങൾ ബോട്ടിൽ കയറി. അപ്പം ഞങ്ങളിപ്പോൾ ബോട്ടിലാണ് ഉള്ളത്. ഇതാണ് ഈ ഒരു ബോട്ടിംഗ് എന്ന് പറയുന്നത്. കുറച്ച് അധികം പേരൊക്കെ ആയിട്ട് ചുമ്മാ ഒരു വെള്ളത്തിലുള്ള ഒരു റൈഡ്. ആക്ച്വലി ഇത് കുട്ടികൾക്കായിട്ടുള്ള ഒരു ഫണ്ണാണല്ലോ, കുട്ടികളുടെ പാർക്കാണല്ലോ ഇത്. ബാൽഭവൻ എന്ന് പറയുന്ന കുട്ടികളുടെ പാർക്കാണ്. ഇത് പാരൻസിനുള്ളതല്ല, എങ്കിലും നമ്മൾ കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്യുക. ഇത് കുട്ടികളാണ് ശരിക്കും ഈ റൈഡെല്ലാം എൻജോയ് ചെയ്യുക. നമ്മൾ എൻജോയ് ചെയ്യുക തന്നെ, അവരുടെ കൂടെ എൻജോയ് ചെയ്യാം. നമുക്കും ഒരു റിലീഫാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. സോ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവരും നല്ല എൻജോയ് ആയിട്ട് ഇരിക്കും. നമ്മൾ അധികം പോയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടി വരില്ല. അവരവരുടേതായ രീതിയിൽ അവർ കളിച്ചോളും. അപ്പം നമുക്കൊരു റിലാക്സേഷൻ ആവും. അവരും കുറച്ച് നേരം ഒറ്റയ്ക്ക് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ താല്പര്യപ്പെടുന്നവർക്ക് ഈ ഒരു കബോൺ പാർക്കിലെ ബാൽഭവൻ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. നല്ലൊരു പ്ലേസ് ആണ്. അധികം ഫീസും ഇല്ലല്ലോ. ഞാൻ പറയുന്ന പോലെ 80 രൂപയാണെന്നുള്ളൂ. നിങ്ങൾക്ക് ടോയ് ട്രെയിനും ബോട്ടിങ്ങും എൻട്രൻസ് ഫീസും ഒക്കെ കൂടി 80 രൂപയ്ക്ക് നിങ്ങൾക്ക് പോയി വരാവുന്നതാണ്. ചെറിയ ബോട്ടിംഗ് ആണ്, ചെറിയ ട്രെയിനാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ വളരെ കോസ്റ്റ്ലി ഫ്രണ്ട്ലി ആണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ ഞങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ആണ് ഓൾറെഡി. ബാംഗ്ലൂരിലുള്ളവർക്കാണെങ്കിൽ അറിയാം, 100 രൂപ താഴെ ഇവിടെ ഒരു ടിക്കറ്റും ഇല്ല. എല്ലാത്തിനും 100 രൂപ മേലെയാണ്. 100 രൂപ എന്നൊക്കെ പറയുന്നത് തന്നെ ചെറിയ പൈസയാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം 500 രൂപ മേലെയായിരിക്കും മിക്കയിടത്തും ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 30 രൂപ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ തുച്ഛമായ വിലയാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ പോലും ഒരു ബോട്ടിങ്ങിനെ 30 രൂപയ്ക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്യാം. 2 റൗണ്ടാണ് ബോട്ടിങ് അവർ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ചില ഫൗണ്ടെയിൻ എല്ലാം അവിടെ ഇവിടെ എല്ലാം അവർ വെച്ചിട്ടുണ്ട്. ഒരു കുട്ടികൾക്കെല്ലാം ഒരു എൻജോയ്മെന്റ് എല്ലാം ആക്കാൻ വേണ്ടി. ആ ഫൗണ്ടെയിൻ കളർ മാറുന്നൊരു ഫൗണ്ടെയിൻ ആണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വന്നത് ഈ ഒരു സയൻസ് പാർക്കിലേക്കാണ്. ഇത് സയൻസ് പാർക്കാണ്. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ആക്ച്വലി സയൻസ് ഡിപ്പെൻഡ് ആണ്. എല്ലാ കാര്യങ്ങളും ഇതിൽ സയൻസ് ഡിപ്പെൻഡ് ആണ്. കുറേ കാര്യങ്ങളൊന്നല്ല, എല്ലാ കാര്യങ്ങളും സയൻസ് ഡിപ്പെൻഡ് ആണ്. അവിടെ വെച്ചിരിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ആ ഒരു എക്യുപ്മെന്റ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് അവിടെ ഒരു താഴെ തന്നെ ഒരു ഗ്രീൻ ലേബലിൽ അവരവിടെ താഴെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ വായിച്ചു നോക്കിയതിന് ശേഷം ആ എക്യുപ്മെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. നല്ലപോലെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. കുറേയൊക്കെ പൊട്ടി നാശമായി പോയി, എന്നാലും കുറേയൊക്കെ വർക്കിംഗ് ആണ്. കുറെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കബോൺ പാർക്കിൽ പോയി. കബോൺ പാർക്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, പൈസ ഒന്നും ചാർജ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ കുറെ നേരം ഇരുന്ന് വിശ്രമിച്ച് കാറ്റൊക്കെ കൊണ്ട് എൻജോയ് ചെയ്തു.
കുറേ നേരം റിലാക്സ് ചെയ്തു. മോള് കുറേ നേരം ഓടിയൊക്കെ കളിച്ച് കുറച്ച് നേരം പുൽമൈതാനത്തിലൊക്കെ ഇരുന്ന് ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. നല്ലപോലെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ പോകാനുള്ള പരിപാടികൾ നോക്കുകയാണ്. ഇനി ഞങ്ങൾ പോകാനായിട്ട് മെട്രോ വഴിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ലാൽബാഗിലെ മെട്രോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞാനിത് അവസാനം വരെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. പെട്ടെന്ന് മോള് വാശിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. ഒരു വൈൻഡപ്പ് ഷൂട്ട് പോലും എനിക്ക് പറയാൻ സാധിച്ചില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു ട്രെയിനിൽ കയറുന്ന ഭാഗം പോലും ഇല്ല കേട്ടോ. ട്രെയിനിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു ഭാഗം വരെ ഉള്ളൂ. അതുവരെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ മോള് വാശ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കാണേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് കുട്ടികളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് കബോൺ പാർക്ക്. അതുപോലെ ലവേഴ്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും പാരൻസിനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് കബോൺ പാർക്ക്. അതിനകത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, കയറുന്നതിന് ഫീസൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ ഉള്ള അവധി ദിവസങ്ങളിൽ വന്ന് അടിപൊളിയായിട്ട് ചുറ്റി നടക്കുക. ഇഷ്ടപ്രകാരം മരങ്ങളുമാണ്. നല്ലൊരു ക്ലൈമറ്റാണ്. ആക്ച്വലി ബാംഗ്ലൂർ തന്നെ കോൾഡാണ്. അപ്പം നല്ലൊരു കോൾഡ് ക്ലൈമറ്റും മരങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസും ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ നിങ്ങൾക്ക് കബോൺ പാർക്കിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇത് മെട്രോയിലേക്ക് കയറാൻ പോകുന്ന വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.